1916 യൂറോപ്പിലെയും അമേരിക്കയിലെയും ആളുകളെ എൻസിഫാലൈറ്റിസ് ലത്താജിക്ക എന്ന് പറഞ്ഞൊരു സ്ട്രേഞ്ച് സ്ലീപ്പ് സിക്നസ് ബാധിച്ചു. ഇത് പിടിപെട്ട ആളുകൾ നീണ്ട ഉറക്കത്തിലേക്ക് പോകും. അവർ ചോദിക്കുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യും. ഭക്ഷണം വായി വെച്ചു കൊടുത്താൽ അവർ അത് കഴിക്കും. പക്ഷേ എന്തൊക്കെ ചെയ്താലും അവർ ഉറങ്ങി എണീക്കില്ല. H1N1 പകർച്ചവ്യാധിക്കെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ബോസ്റ്റൺ ഹാർബറിലെ പട്ടാള ജയിലിലെ കുറ്റവാളികളിൽ ഒരു പരീക്ഷണം നടത്തി. ഈ ടെസ്റ്റ് വിജയിക്കുകയാണെങ്കിൽ കുറ്റവാളികളെ ജയിലിൽ നിന്നും മോചിപ്പിക്കാമെന്ന് അവിടുത്തെ അധികൃതർ വാക്ക് നൽകി. അതിനാൽ തന്നെ കുറെ കുറ്റവാളികൾ ആ ടെസ്റ്റിന് സമ്മതിച്ചു. പക്ഷേ ആ പരീക്ഷണം കുറച്ച് ക്രൂരമായിരുന്നു. കുറ്റവാളികൾക്ക് രോഗം വരാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് രോഗം ബാധിച്ച് മരണപ്പെട്ട രോഗികളുടെ ശ്വാസകോശത്തിലെ ടിഷ്യൂസ് ഇവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമായിരുന്നു. എന്നിട്ടും രോഗം വന്നില്ലെങ്കിൽ H1N1 രോഗികളുടെ ശരീരസ്രവങ്ങൾ ഇവരെ കൊണ്ട് കുടിപ്പിക്കുമായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് എന്തൊക്കെ ചെയ്തിട്ടും ഒരാൾക്ക് പോലും രോഗം വന്നില്ല. അന്ന് രോഗം ബാധിച്ച് മരണപ്പെട്ടത് ഒരേ ഒരു വ്യക്തിയായിരുന്നു. അത് കുറ്റവാളികളെ പരിശോധിച്ചിരുന്ന ഡോക്ടറായിരുന്നു. ഇതിന് കാരണം ഇതാണ്. ഈ പരീക്ഷണത്തിനും എത്രയോ മാസം മുന്നേ തന്നെ H1N1 രോഗം ആ ജയിലിൽ പടർന്നിരുന്നു. അന്ന് കുറ്റവാളികളുടെ ശരീരത്തിൽ ഈ വൈറസിനെതിരെയുള്ള ആന്റിബോഡീസ് ഉൽപ്പാദിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരം ആ വൈറസിനെതിരെ പ്രതിരോധം നേടിയിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എന്തൊക്കെ ചെയ്തിട്ടും കുറ്റവാളികൾക്ക് മാത്രം രോഗം വരാഞ്ഞത്. വകതിരിവിന്റെ ഹ്യൂമൻ വേൾഡ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയ മൈക്രോബ്സ് അറൗണ്ട് അസ് എന്ന വീഡിയോയിലേക്ക് സ്വാഗതം. മൈക്രോബ്സ് അഥവാ സൂക്ഷ്മാണുക്കളെ പറ്റി ചിന്തിച്ച് ഏത് സമയവും ടെൻഷൻ അടിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല ശീലമല്ല. പാലും ബിയറും മറ്റ് ഭക്ഷണപാനീയങ്ങളും കേടുവരാതെ സൂക്ഷിക്കുന്ന പാസ്ചറൈസേഷൻ മെത്തേഡ് കണ്ടുപിടിച്ച പ്രമുഖ ഫ്രഞ്ച് കെമിസ്റ്റ് ലൂയിസ് പാസ്റ്റർ അദ്ദേഹത്തിന്റെ തീന്മേശയിലെത്തുന്ന മുഴുവൻ ഭക്ഷണവും ഒരു ലെൻസ് ഉപയോഗിച്ച് സൂം ചെയ്ത് നോക്കുമായിരുന്നു. അദ്ദേഹം ആ ഭക്ഷണത്തിൽ മൈക്രോബ്സിനെ തിരയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അധികമാരും പാർട്ടിക്കും ഭക്ഷണ വിരുന്നിനൊന്നും ക്ഷണിക്കുമായിരുന്നില്ല. നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ കൂടി നിങ്ങളുടെ പുറം തൊലിയുടെ ഓരോ സ്ക്വയർ ഇഞ്ചിലും ലക്ഷക്കണക്കിന് ബാക്ടീരിയാസ് ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പൊഴിഞ്ഞു പോകുന്ന കോശങ്ങളെയും ശരീരസ്രവങ്ങളെയും അത് ഭക്ഷണമാക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ ഗന്ധം ഒരർത്ഥത്തിൽ അവരാണെന്ന് പറയാം. കോർണൽ യൂണിവേഴ്സിറ്റിയിലെ തോമസ് ഗോൾഡ് ഭൂമിക്കടിയിലെ മുഴുവൻ ബാക്ടീരിയാസിന്റെയും ഏകദേശ എണ്ണം എടുത്തു. നമ്മുടെ ഭൂമിയെ 15 മീറ്ററോളം മൂടാൻ മാത്രം ബാക്ടീരിയാസ് ഭൂമിക്കടിയിൽ ഉണ്ടെന്നാണ് അവര് പറഞ്ഞത്. ഈ കണക്ക് ശരിയാണെങ്കിൽ നമ്മുടെ ഭൂമിക്ക് മുകളിൽ എത്ര ജീവനുണ്ടോ അതിനേക്കാൾ ജീവൻ നമ്മുടെ ഭൂമിക്ക് അടിയിലുണ്ടാവും. സോ ബാക്ടീരിയാസിൽ നിന്നും ഓടി ഒളിക്കാന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. കോടിക്കണക്കിന് ബാക്ടീരിയാസ് നിങ്ങളുടെ ആമാശയത്തിലുണ്ട്. അവർ നിങ്ങളുടെ ശ്വാസനാളങ്ങളിലുണ്ട്. നിങ്ങളുടെ കൺപീലികളിലും മുടിയിഴകളിലും അവർ പറ്റി പിടിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ കണ്ണിലൂടെ 7 സമയവും അവർ നീന്തി കളിക്കുന്നുണ്ട്. നിങ്ങളുടെ പല്ലിന്റെ ഇനാമൽ കുത്തി തുരക്കാൻ അവർ എല്ലാ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 36 ട്രില്യൺ കോശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ ബാക്ടീരിയ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. സോ അവർ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അവരുടെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നതാണ്. നമ്മൾ മനുഷ്യരിൽ ഒരു തലമുറ ഉണ്ടാവാൻ എത്ര സമയമെടുക്കും? 30 വർഷം പോട്ടെ, 20 വർഷം. ബാക്ടീരിയാസിന് വെറും 10 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും. മനുഷ്യരിൽ ഗാൻഗ്രീൻ ഇൻഫെക്ഷന് കാരണമാവുന്ന ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ് എന്ന് പറയുന്ന ബാക്ടീരിയക്ക് വെറും 9 മിനിറ്റ് കൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതേ വേഗത്തിൽ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വെറും ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഭൂമിയിൽ എത്ര മൺതരികളുണ്ടോ അവയേക്കാൾ കൂടുതൽ ബാക്ടീരിയാസിനെ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ആൻഡ് ഇതേ സമയം കൊണ്ട് മനുഷ്യ ശരീരത്തിലെ കോശത്തിന് വെറും ഒരു തവണ മാത്രമേ വിഭജിക്കാൻ സാധിക്കുകയുള്ളൂ. നെക്രോടൈസിംഗ് ഫാഷിയൈറ്റിസ് കേൾക്കാൻ നല്ല സുഖമുണ്ടല്ലേ? പക്ഷേ ഇത് അനുഭവിച്ചവർക്ക് അത്ര സുഖം ഉണ്ടാവില്ല. ഇതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ നോ. വേണമെങ്കിൽ നമുക്കിതിനെ ഔട്ട് ഓഫ് കൺട്രോൾ ബാക്ടീരിയൽ ഡിസോർഡർ എന്നൊക്കെ വിളിക്കാം.
ഈ അവസ്ഥയിലുള്ള രോഗികളുടെ ഇന്റേണൽ ഓർഗൻസ് ബാക്ടീരിയാസ് തിന്നാൻ തുടങ്ങും. പനിയോ ചൊറിച്ചിലോ ഇതുപോലുള്ള ചെറിയ രോഗലക്ഷണങ്ങളോ ആയിട്ടാണ് രോഗികൾ ഡോക്ടേഴ്സിനെ സമീപിക്കുക. പക്ഷേ പരിശോധിച്ച് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക ബാക്ടീരിയാസ് ഇവരുടെ ഉള്ളിലുള്ളതെല്ലാം തിന്നു കഴിഞ്ഞുവെന്ന്. ഇതിന്റെ ചികിത്സയാണ് റാഡിക്കൽ എക്സിഷണൽ സർജറി. ഒന്നുമില്ല, ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗം മുറിച്ചു കളയുക, അല്ലാതെ മറ്റ് ചികിത്സകളൊന്നുമില്ല. ഇത്രയ്ക്കും ഭയാനകമായിട്ടുള്ള ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനാവുന്ന ബാക്ടീരിയയുടെ പേരാണ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ്. ഇതത്ര റെയർ ബാക്ടീരിയ ഒന്നുമല്ല. നമ്മൾ ഭൂരിഭാഗം പേരുടെയും തൊണ്ടയിൽ ഈ ബാക്ടീരിയ ഉണ്ട്. ഇത് ഇവിടെ കിടക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില ആളുകളിൽ എന്തോ ഒരു റീസൺ കൊണ്ട് ഈ ബാക്ടീരിയാസ് ഉള്ളിലോട്ട് ഇറങ്ങും. അപ്പം മുതലാണ് പ്രശ്നം ആരംഭിക്കുന്നത്. ഈ രോഗാണുക്കൾ കാരണം ഉണ്ടാവുന്ന ഭൂരിഭാഗം അസുഖങ്ങളിൽ നമ്മളെ ഉപദ്രവിക്കുന്നത് ഈ രോഗാണുക്കളല്ല, മറിച്ച് നമ്മുടെ തന്നെ ശരീരമാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. രോഗാണുക്കളെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസും ടിഷ്യൂസും നശിപ്പിക്കുന്നു. ഇക്കൂട്ടത്തിൽ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിഷ്യൂസും അവർ നശിപ്പിക്കും. ഇതായിരിക്കാം ചിലപ്പോൾ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുന്നത്. സോ നിങ്ങളൊരു രോഗിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള രോഗാണുക്കളെയല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ രോഗപ്രതിരോധ സംവിധാനമാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേത രക്താണുക്കൾ തീരെ ദയയില്ലാത്ത ആൾക്കാരാണ്. അവർ അവരുടെ കൺമുന്നിൽ കാണുന്ന മുഴുവൻ രോഗാണുക്കളെയും നശിപ്പിക്കും. ഈ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രോഗാണുക്കൾ രണ്ട് കാര്യങ്ങൾ ചെയ്യും. ഒന്നെങ്കിൽ സാധാ പനിയോ ജലദോഷമോ വരുത്തുന്ന രോഗാണുക്കളെ പോലെ പെട്ടെന്ന് വന്ന് ആക്രമിച്ചിട്ട് അവർ പുതിയ ശരീരം തേടിപ്പോകും. ഇത്ര വേഗത്തിൽ ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ തിരിച്ചറിയാൻ നമ്മുടെ ശരീരത്തിനാവില്ല. അല്ലെങ്കിൽ എയ്ഡ്സ് രോഗം പരത്തുന്ന HIV വൈറസുകളെ പോലെ ഇവർ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിലെ ന്യൂക്ലിയസിൽ വർഷങ്ങളോളം ഒളിച്ചിരിക്കും. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് ശക്തിയായിട്ട് ആക്രമിക്കും. ഇതിനെ തിരിച്ചറിയാനും നമ്മുടെ ശരീരത്തിനാവില്ല. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ബാക്ടീരിയാസിനെ പറ്റിയാണ്. എന്നാൽ ഈ ബാക്ടീരിയാസിനെ തന്നെ ആക്രമിക്കാൻ കഴിയുന്ന മൈക്രോബ്സ് ഉണ്ട്, ബാക്ടീരിയോഫേജസ്. നമ്മൾ ഇതിനെ വൈറസ് എന്ന് വിളിക്കും. നോബൽ സമ്മാന ജേതാവായ പീറ്റർ മെഡ്വാറിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, വൈറസ് ഈസ് എ പീസ് ഓഫ് ന്യൂക്ലിക് ആസിഡ് സറൗണ്ടഡ് ബൈ ബാഡ് ന്യൂസ്. അവർ ബാക്ടീരിയാസിനെക്കാളും ചെറുതാണ്. അവർക്ക് ബാക്ടീരിയാസിനെ പോലെ സ്വയം ജീവനില്ല. പക്ഷേ അവർ ഒരു ഹോസ്റ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ, അവർ ഒരു ജീവിക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ജീവൻ വെക്കും. അവർ ആ ജീവിയുടെ ജനറ്റിക് മെറ്റീരിയലിനെ തന്നെ ഹാക്ക് ചെയ്യും. അതുപയോഗിച്ച് അവർ കൂടുതൽ വൈറസുകൾ ഉണ്ടാക്കും. 1943 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ അവരെ നേരിട്ട് കാണുന്നത് തന്നെ. അത്രയ്ക്ക് ചെറുതാണ് അവർ. പക്ഷേ അവരുടെ ശക്തി അപാരമാണ്. 20ാം നൂറ്റാണ്ടിൽ സ്മാൾ പോക്സ് പിടിപെട്ട് 20 കോടി മനുഷ്യരാണ് മരിച്ചത്. വൈറസ് എവിടെ നിന്ന് എപ്പോൾ വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അവർ വർഷങ്ങളോളം ഒളിച്ചിരിക്കും, എന്നിട്ട് പെട്ടെന്ന് ആക്രമിക്കും. 1916 യൂറോപ്പിലെയും അമേരിക്കയിലെയും ആളുകളെ എൻസിഫാലൈറ്റിസ് ലെത്താജിക്ക എന്ന് പറഞ്ഞൊരു സ്ട്രേഞ്ച് സ്ലീപ്പ് സിക്നസ് ബാധിച്ചു. Americans fell victim to an epidemic of encephalitis lethargica, or sleepy sickness. The disease, which killed millions at the time, causes lesions in the brain. Those who survived sank into a kind of semi-conscious purgatory that imprisoned them for decades. ഇത് പിടിപെട്ട ആളുകൾ നീണ്ട ഉറക്കത്തിലേക്ക് പോകും. അവർ ചോദിക്കുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യും. ഭക്ഷണം വായി വെച്ച് കൊടുത്താൽ അവർ അത് കഴിക്കും. പക്ഷേ എന്തൊക്കെ ചെയ്താലും അവർ ഉറങ്ങി എണീക്കില്ല. കുറെ പേര് മാസങ്ങളോളം ഇതുപോലെ കിടന്നിട്ട് മരിച്ചു പോകും. വെറും 10 വർഷം കൊണ്ട് 50 ലക്ഷം ആളുകളെ കൊന്ന ശേഷം ഈ വൈറസ് ഒളിവിൽ പോയി. പിന്നെ നമ്മൾ അതിനെ കണ്ടിട്ടില്ല. പക്ഷേ അതിനും വലിയ രോഗങ്ങളെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ദ ഗ്രേറ്റ് സ്വൈൻ ഫ്ലൂ. 4 വർഷം നീണ്ടു നിന്ന 1ാം ലോക മഹായുദ്ധം 2 കോടി മനുഷ്യരുടെ ജീവനാണ് എടുത്തത്.
എന്നാൽ വെറും 4 മാസം കൊണ്ട് സ്വൈൻ ഫ്ലൂ പിടിപെട്ട് 2 കോടി ആളുകൾ മരണപ്പെട്ടു. അമേരിക്കയിൽ 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് മരണപ്പെട്ട 80% ആളുകളും പകർച്ചവ്യാധി വന്ന് മരണപ്പെട്ടവരാണ്, അല്ലാതെ വെടികൊണ്ട് മരിച്ചവരല്ല. ലോകമെമ്പാടും ഈ രോഗം പിടിപെട്ട് കോടിക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ മിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ സമുദ്രങ്ങളാലും പർവ്വതങ്ങളാലും വേർതിരിക്കപ്പെട്ട വ്യത്യസ്ത രാജ്യങ്ങളിൽ ഈ രോഗം ഒരേ സമയം എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഒരു ശരീരമില്ലാതെ വൈറസുകൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെ ബോംബെയിലും മാൻഡ്രിഡിലും ഫിലാഡൽഫിയയിലും ഒക്കെ ഈ രോഗം ഒരേ സമയം വന്നു? ഉത്തരം സിമ്പിളാണ്, നമ്മുടെ യാത്രകൾ. ഈ രോഗം പിടിപെട്ട 10% പേർക്കും രോഗലക്ഷണങ്ങളില്ലായിരുന്നു. അവർ അതുകൊണ്ടുപോയി പല രാജ്യങ്ങളിലും പടർത്തി. ഇത് തന്നെയാണ് നമുക്ക് കോവിഡ് സമയത്ത് സംഭവിച്ചത്. ബാക്ടീരിയാസിനെ നശിപ്പിക്കാൻ നമ്മൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ആയുധമാണ് ആന്റിബയോട്ടിക്സ്. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ ആന്റിബയോട്ടിക്സിന്റെ 70% അവർ വളർത്തുമൃഗങ്ങളിൽ കുത്തിവെക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിലും ബാക്ടീരിയാസിന് ഇതൊരു ഗുണമുള്ള കാര്യമാണ്. കാരണം ബാക്ടീരിയാസ് ഈ ആന്റിബയോട്ടിക്സ് കുത്തിവെച്ച വളർത്തുമൃഗങ്ങളുടെ ഉള്ളിൽ ജീവിച്ച് ആന്റിബയോട്ടിക്സിനെതിരെ പ്രതിരോധം നേടും. എന്നിട്ട് ശക്തിയായിട്ട് നമ്മൾ മനുഷ്യരെ ആക്രമിക്കും. 1960 വരെ പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്സ് സ്റ്റെഫിലോകോക്കസ് ബാക്ടീരിയാസിനെതിരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അന്നത്തെ US സർജൻ ജനറൽ വില്യം സ്റ്റീവാർട്ട് മാധ്യമങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, "The time has come to close the books on infectious disease." അത്രയ്ക്ക് കോൺഫിഡന്റ് ആയിരുന്നു അവർ. പക്ഷേ അന്ന് മുതൽ ഈ ബാക്ടീരിയാസ് നമ്മൾ അറിയാതെ പെൻസിലിനെതിരെ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയായിരുന്നു. വർഷങ്ങൾക്കുള്ളിൽ പുതിയ ബാക്ടീരിയാസ് ജന്മമെടുത്തു. മെത്തിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫിലോകോക്കസ് ഓറിയസ്. ലോകമെമ്പാടും ഒരുപാട് പേരുടെ ജീവൻ അത് പിന്നെയും എടുത്തു. അതിനുശേഷം ന്യൂയോർക്കർ ആർട്ടിക്കിളിൽ ജെയിംസ് സുറോവിക്ക് എഴുതിയത് ഇങ്ങനെയാണ്: മരുന്ന് കമ്പനികൾക്ക് നമ്മൾ 2 ഓപ്ഷൻ കൊടുക്കുകയാണ്. ഒന്നെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ബാക്ടീരിയാസിനെതിരെ ആന്റിബയോട്ടിക്സ് എല്ലാ വർഷവും ഉണ്ടാക്കുക, അല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിതകാലം മൊത്തം ആന്റി ഡിപ്രസൻസ് കൊടുക്കുക. മരുന്ന് കമ്പനീസ് 2ാമത്തെ ഓപ്ഷൻ ആയിരിക്കും തിരഞ്ഞെടുക്കുക. കാരണം ഈ മാറിക്കൊണ്ടിരിക്കുന്ന ബാക്ടീരിയാസിനെതിരെ വർഷാവർഷവും ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പം മനുഷ്യർക്ക് ഈ രോഗാണുക്കളെ പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിക്കാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കുന്നതാണ്. നമ്മൾ മനുഷ്യർ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുന്നേ മൈക്രോബ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ മനുഷ്യരൊക്കെ നശിച്ചു കഴിഞ്ഞാലും അവർ ഇവിടെ തന്നെ കാണും. അവർക്ക് നമ്മളില്ലാതെയും ജീവിക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് അവരില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. They are the rulers of this world, where we are mere refugees. I got nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature, and it haunts me somewhere much deeper.